എടാ ചന്ദ്ര, നീ വീട്ടിൽ ചെന്നാലുടൻ കല്യാണത്തിന് എത്ര പേർ വരുമെന്ന് നിന്റെ അച്ഛനെ കൊണ്ട് എഴുതി അയപ്പിക്കണം. ഞാൻ വന്ന് പറഞ്ഞാലും പോരെ? എടാ പയ്യനെ, ഇത് പിള്ളേരികളിയല്ല, പെണ്ണിന്റെയും ചെറുക്കന്റെയും രക്ഷകർത്താക്കൾ തമ്മിലുള്ള ഇടപാടാണ്. നിന്റെ തന്ത തന്നെ എഴുതി അയക്കണം. വേണം 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 വേണം. എത്ര പേര് വരുന്നുണ്ടെന്നുള്ള വിവരം കാലേ കൂട്ടി ഇവിടെ കിട്ടിയാലേ അതിനനുസരിച്ചുള്ള എനധാരികളോട് ഒരുക്കാൻ നോക്കുള്ളൂ. കൈപ്പടെ തന്നെ കത്ത് കിട്ടണം. എടാ പണിക്കരാൻ പറയുന്ന കേട്ട് പഠിക്കും. നീ പോടയർക്ക, നിന്റെ ഒരു കാർന്നോര്യമേല് കാണുമ്പോഴാ. സ്ത്രീകൾക്ക് ഇതിലിടപെടേണ്ട കാര്യമില്ല. ഞാനും പയ്യന്റെ തന്തയും കൂടി വിവാഹം ഉറപ്പിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഏയ്, നീ ചെന്ന് നിന്റെ തന്തയോട് പറ. കളിയും ചിരിയൊക്കെ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഭയഭക്തിയോട് കൂടി വേണം ഭക്ഷണം കഴിക്കാൻ. കല്യാണ പ്രായമായിട്ടും പിള്ളേരുടെ പിള്ളേര് കളി മാറിയിട്ടില്ല. പഠിക്കണമാവാ, ഇതിന് ശകല ഉപ്പ് കൂടുതലാണ്. ഉപ്പൊന്നും കൂടുതലില്ല, അത്ര ഉപ്പ് വേണം. കുറച്ച് കൂടുതലാ. എനിക്ക് അത്ര ഉപ്പ് വേണം. സൗകര്യമുള്ളവർ കഴിച്ചാൽ മതി. അതെ, സൗകര്യമുള്ളവർ കഴിച്ചാൽ മതി. എനിക്കൊരു കഷ്ണം കൂടി. അങ്ങനെ വഴിക്ക് വാ, രുചി അറിഞ്ഞ് ഭക്ഷിക്കുന്നവരുണ്ടല്ലോ ഇവിടെ. ചോറ് കുറച്ചുണ്ടാ മതി, പായസം ഉണ്ട്. ആര് പറഞ്ഞു പായസം വെക്കാൻ? ഇവിടെ എല്ലാം കണ്ടമാനം ചെലവാണ്. ആ വേഗം പേശാൻ എടുത്തോണ്ട് വാ. മധുരം അങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ. അല്ലയാ, നീ പോകുന്നതിന്റെ സൽക്കാരമാണ് ഈ പായസം. വരുന്ന നിങ്ങാണ് ഒരു പായസം. വേഗം വരണേ. നിനക്ക് പായസം കുടിക്കാനല്ല ഞാൻ വരുന്നത്. ഞാനെന്നാ പോട്ടെ. കുറച്ച് ചായ ഫ്ലാസ്കിൽ തന്നയക്കാം. രാത്രി ഉറക്ക വിളിച്ചിരിക്കാനുള്ളതല്ലേ. മരുമക്കൾ വരുമ്പോ അമ്മായിയമ്മമാര് കാലേ കിടന്ന് പാലെടുക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഈ ട്രെയിനിൽ കിടന്ന് ഉറങ്ങിയാലേ ഞെട്ടി ഉണരുന്നത് പയ്യന്മാരുടെ ചായ ചായ വിളികെട്ടാണ്. എന്റെ അമ്മേ, ഈ ചന്ദനെ കൊണ്ട് എന്തിന് വെറുതെ ചായ ചുമ്മിച്ചു? നീ പോടാ. ചായ വേണ്ടമ്മേ, ട്രെയിനിന് സമയമായി, ഞാൻ വരാം. ഭാമ എവിടെ? ഭാമേ ഈ പെണ്ണെവിടെ പോയി? ശരി, സാരമില്ല, ഞാൻ വരാം. രാത്രി യാത്ര പറയണ്ട. ഈ പെണ്ണെവിടെ പോയിരിക്കുക? ഭാമേ, ഇത് വനജോത്സനിലുണ്ടായതല്ല, എന്റെ അരിമുല്ലയിലുണ്ടായതാണ്. മുദ്ര ഞാൻ നേരത്തെ തന്നിട്ടുണ്ട്. എന്റെ അരിമുല്ലയുടെ പൂക്കൾ ഒരാഴ്ചത്തേക്ക് വാടുകയില്ല. ഇതും ഞാൻ വരും വരുമായില്ല. ഇല്ലല്ലോ. നീ ഇവിടെ വന്നിരിക്കുകയാണോ? നീ എന്ത് വടി പെണ്ണെ മരോട്ടിക്കാതെന്ന കാക്കപ്പല് തൂങ്ങിയിരിക്കുന്നത്? ചന്ദ്രേട്ടൻ 7 ദിവസത്തിനകം വരാന്ന് പറഞ്ഞതാ. പോയിട്ട് 10 ദിവസമായി. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകാൻ കുറെ ദിവസം കൂടെ അവിടെ താമസിക്കേണ്ടി വന്നു കാണും. ഒരു എഴുത്ത് എഴുതിക്കൂടെ? അല്ലെങ്കിൽ ഒരു കമ്പി അടിച്ചുകൂടെ? അയ്യോടാ, അതിന് നീ എന്തിനാ വേണ്ട എന്നോട് ദേഷ്യപ്പെടുന്നത്? ഞാനാണോ കമ്പി അടിക്കുകയും കത്തിരിക്കുകയും ചെയ്യേണ്ടത്? അത് കൊള്ളാം. നീ വന്ന് കാപ്പി കുടിക്കണം. ഇങ്ങ് വരട്ടെ, ഞാൻ മിണ്ടില്ല.
പാവം പൂവ്. എന്താണ് ഇത്രയും സഹതാപം? എനിക്ക് കവിഹൃദയമുള്ളതുകൊണ്ട്. വല്ല പെമ്പിളടിയും തലേന്ന് വീണതായിരിക്കും എന്ന് വിചാരിച്ചിട്ടുള്ള വേദനയായിരിക്കും. നീ പോടി മണ്ടി. മഹാകവി കുമാരനാശാന് പുതുതായി വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ കണ്ടിട്ടല്ല കാവ്യഭാവന ഉണർന്നത്, താഴെ വീണ് കിടക്കുന്ന പൂവിനെ കണ്ടിട്ടാണ്. വീണപൂവ്. വീണപൂവിനെ ആദരിച്ചുകൊണ്ടല്ല എന്റെ പാട്ട് നീ കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. എന്റെ ദമയന്തി എന്നോട് പിണങ്ങിയോ? നിന്റെ നളൻ വന്നിരിക്കുന്നു. നിന്റെ മാനസ സരസിൽ അരയന്നം എന്റെ അടുത്ത് വന്നു. നിന്റെ വിരഹ ദുഃഖത്തെപ്പറ്റി എന്നെ അറിയിച്ചു. അത് കേട്ട് ഞാനിവിടെ ഓടിയെത്തിയിരിക്കുന്നു. ഞാൻ ദമയന്തിയല്ല. ഞാൻ ഒരിക്കലും നളനും ആകുകയില്ല. ഭാര്യയെ പണയം വെച്ച് ചൂത് കളിച്ച് തോറ്റ മാന്യനല്ലേ ഈ നളൻ. ഞാൻ എന്റെ ഭാമയെ ഒരിക്കലും പണയപ്പെടുത്തുകയില്ല. ഈ കിണ്ണാരപ്പറച്ചിലൊന്നും എനിക്ക് കേൾക്കണ്ട. എങ്കിൽ വേണ്ട. മാരതാപം. എന്താണോ? ഒരു കമ്പിയുണ്ട്. അയ്യോ ചതിച്ചല്ലോ എന്റെ ഗുരുവായൂരപ്പാ. ആരാണോ ചത്തത്? ആര് പറഞ്ഞു ചത്തെന്ന്? ചാവാണ്ട് പിന്നെ കമ്പി വരുമോ? എന്താ പഠിക്കരമ്മാവാ? പോയല്ലോ കുഞ്ഞ്. ആര്? ആരാന്നറിയാൻ വയ്യാതെ ഒരു കമ്പി വന്നിരിക്കുന്നു. ജനിക്കുന്നതിനും കല്യാണത്തിനും ഒക്കെ ഇക്കാലത്ത് കമ്പി അടിക്കാറുണ്ട്. ആഹാ, എനിക്കുള്ളതാണല്ലോ. ചന്ദ്രേട്ടന്റെ ആയിരിക്കും. തിരിച്ചെഴുന്നള്ളുന്നു എന്ന്. കമ്പി വന്നെന്നറിഞ്ഞപ്പോ ഞാനങ്ങ് പരിഭ്രമിച്ചു പോയി. കൊച്ചവാ, ഞാൻ പറഞ്ഞില്ലേ ചത്താ മാത്രമേ കമ്പി വരുള്ളൂ. ചന്ദ്രേട്ടന് ടൈഫോയിഡാണെന്ന്. പേടിക്കണമെന്നില്ല. എന്താ പോലെ? അമ്മേ, ചന്ദ്രേട്ടന് ടൈഫോയിഡാണെന്ന് ഞാൻ തല്ലി പൊളിക്കും. ഇങ്ങനെയുണ്ട് ഒരു ക്രിക്കറ്റ് പ്രാന്തൻ. കൂടുതലൊന്നും ഉണ്ടാവില്ല, കുഞ്ഞ് പരിഭ്രമിക്കാതെ. ഒരു പനി വന്നെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടിയാലോ? സാരമില്ലായിരിക്കും മോളെ, വരാൻ താമസിക്കുന്നോണ്ട് വിഷമിക്കണ്ടെന്ന് വിചാരിച്ച് ടെലഗ്രാഫ്. ചന്ദ്രേട്ടന്റെ അച്ഛനാണ് അമ്മേ കമ്പി അടിച്ചിരിക്കുന്നത്. അമ്മേ, എനിക്ക് ഉടനെ അവിടെ വരെ ഒന്ന് പോണം. അത് ശരിയല്ല. കുഞ്ഞിപ്പോഴങ്ങോട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല. അതൊരു നാട്ടിൻ പ്രദേശമാണ്. വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതിന്റെ പേരിൽ സൂക്കേട് അന്വേഷിക്കാൻ ചെന്നാൽ ആ നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കും. ചേട്ടാ, അല്പെങ്കിലും മനുഷ്യത്വം കാണിക്കണം. ചന്ദ്രന് ടൈഫോയിഡല്ലേ ഉള്ളൂ. നിനക്ക് വേണമെങ്കിൽ ഞാൻ അവിടം വരെ പോയി അന്വേഷിക്കാം. എന്നാൽ എത്രയും വേഗം പുറപ്പെട്ടു ചേട്ടാ. അവിടെ ചെന്ന് എല്ലാ വിവരം അറിഞ്ഞ് എനിക്ക് ഉടനെ കമ്പി അടിക്കണം. നീ ഒരു മണ്ടി തന്നെ. ഞാൻ ഉടനെ പോകാം. മോളെ, അവനൊരു പനിയാണെന്ന് കേട്ടപ്പോ നീ ഇങ്ങനെ ബഹളം കൂട്ടിയാലോ? സാരമില്ല, എല്ലാം ശരിയാവും. വാ, വന്ന് കാപ്പുടി. ആ മോളെ.